ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ജാതി പറി ലത്തീൻ കത്തോലിക്കർക്കും ചാരം കിട്ടിയേക്കുവാണ്. ഈ രണ്ടു പേർക്കാണ് ഏറ്റവും പിന്നെ ജാതി പറി. ക്രിസ്ത്യാനികളുടെ ഭയങ്കര ജാതി പറി ഉണ്ട് അതിനകത്ത്. ചാരം കിട്ടിയേക്കും ലത്തീൻ കത്തോലിക്കർക്ക് ഇഷ്ടം പോലെ ജാതി പറി ഉണ്ട്. വെറുതെ വർത്താനം പറയാൻ നിൽക്കല്ലേ. ലത്തിങ്കത്തവർക്ക് ജാതി പറയുന്നത് എന്താ പറയാൻ കാരണം? നിങ്ങൾ വന്നിട്ട് എന്തിനാ ഈ CSI പള്ളിക്കാരുടെ പിന്നെ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെ പിന്നെ അങ്ങോട്ട് കെട്ടിക്കാത്തത്? CSI പള്ളിയിൽ കെട്ടിക്കാത്തത് അത് സഭാ വ്യത്യാസമാണ്. എന്ത് സഭാ വ്യത്യാസം? ജാതി വ്യത്യാസം. അവര് ദളിത് ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ കേട്ടോ, ജാതി വ്യവസ്ഥ എന്താണെന്ന് താങ്കൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കത്തോലിക്കൻ CSI ആയി മാറിയ CSI ആയി മാറാൻ പറ്റും. ആ സമയം ഒരു CSI കാരന് കത്തോലിക്കനാവാൻ പറ്റും. ആ സമയം നിങ്ങളുടെ ഒരു വ്യക്തി നമ്പൂതിരി ആവാൻ പറ്റോ? നിങ്ങളുടെ ഒരു സാധാരണ ഒരു എന്താണ് എഴുത്തച്ഛന് നായരാന്ന് പറയാൻ പറ്റോ? അങ്ങനെ ഇല്ല. ഈ CSI ആവാൻ എനിക്ക് പറ്റും. എനിക്ക് വേണമെങ്കിൽ പെന്തികോസുകാരനാവാൻ പറ്റും, പെന്തികോസുകാരന് കത്തോലിക്കനാവാൻ പറ്റും. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇല്ല. ആ രീതി മാറിയാൽ മതി. ആ സമയം നിങ്ങളെ പറയേ നീ അതിൽ ജനിക്കാത്തത് കൊണ്ട് നിന്നെ അതിൽ പെടുത്തില്ല എന്ന് പറയും. അതിനാണ് ജാതി വ്യവസ്ഥ എന്ന് പറയാ. നമ്പൂതിരി ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ എല്ലാ ആൾക്കാരും അങ്ങോട്ട് കുറെ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. നമ്പൂതിരിയേക്ക് മാറ്റുക അവരെയൊക്കെ നിങ്ങൾ. എന്നിട്ട് വന്നിട്ട് ഞങ്ങളോട് പറയാൻ നോക്ക്. കന്നഡി വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കോ ആദ്യം. ഓക്കെ, ജാതി എന്ന് പറഞ്ഞ ആക്കാൻ നോക്കണോ? എന്തുട്ടായാലും ഒരുപോലെ ആക്കാൻ നോക്കോ? വർണ്ണ ജാതി എന്തുട്ട് പേര് വിട്ടാലും നമ്പൂതിരും നായരും എല്ലാവരും ഒന്നാന്ന് കാണാൻ നിൽക്കും. ഞങ്ങളുടെ അവിടെ ആരീന്ന് വന്നാലും ഇപ്പൊ നാളെ നിങ്ങൾ ഹിന്ദുന്നോ വേറെ ഇതിന്ന് ഒരാൾ വന്നാലും അവന് വേണമെന്നുണ്ടെങ്കിൽ അച്ഛനാവാം, ചിലപ്പോൾ ബിഷപ്പാവാം, ചിലപ്പോൾ അവൻ മാർപ്പാപ്പ വരെ ആവും. അവ വേറെ റൂട്ടുണ്ട് ആവാനുള്ള പൊസിഷൻ ഉണ്ട്. ഇനി പെന്തിയോസാരന് കത്തോലിക്കനായിട്ട് ബിഷപ്പാവാം. ഇനി കത്തോലിക്കൻ പോയിട്ട് ഇനി പെന്തിയോസാരനായിട്ട് നടക്കാം. അവന് അതിന്റെ പേരിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അവൻ ബേസിക്കലി മനുഷ്യനാണ്. ആ സമയം നിങ്ങളുടെ അവിടെ നായരോ നമ്പൂരിയോ അങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചതാ. മിക്സ് ചെയ്യല്ലേ, മനസ്സിലാവുണ്ടോ? പോർച്ചുഗീസുകാരാണ് കാസ്റ്റ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് വേൾഡിലേക്ക്. പോയി ചോദിച്ചോളൂ ചേട്ടാ. കാസ്റ്റ എന്ന് പറയുന്ന വേർഡ് തന്നെ വിസ അടിക്കാനായിട്ട് പോർച്ചുഗീസിക്ക് വിസ കിട്ടാൻ വേണ്ടി കുറെ സംഖ്യകളുണ്ട്. അവരെ പോയി ബോധവൽക്കരിച്ചിട്ട് അങ്ങോട്ട് പോവായിരിക്കും എന്ന് പറഞ്ഞു. അവർ പൊട്ട ആൾക്കാരാന്ന് പറഞ്ഞു. എന്റെ പൊന്ന് സാറേ, സാറിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞോ? ഞാൻ പോർച്ചുഗീസുകാരെ പറയുമ്പോ അതല്ല പറഞ്ഞേ, എന്നോട് ചോദിക്കാൻ പറ്റാതാ പറഞ്ഞേ. പോർച്ചുഗീസുകാർക്ക് കുറെ കന്നഡി നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറഞ്ഞത് ചോദിക്കണേ. പോർച്ചുഗീസുകാർ ബുദ്ധിമുട്ട് ഫൈവ് പറഞ്ഞ മാതിരി പോർച്ചുഗീസുകാര് ചെയ്തൊന്നും ഉണ്ടായതല്ലോ. നിങ്ങളുടെ ഒരു സഹോദരൻ ഫൈവ് ആണ് ഇത് പറഞ്ഞത് ഈ ക്ലബ് ഹൗസില്. ഞാൻ ആദ്യം കേട്ടത് പുള്ളിയിൽ നിന്നാ. ഞാൻ ചരിത്രം പഠിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലായില്ലായിരുന്നു അത്. അപ്പൊ അങ്ങനെ നിങ്ങൾ പത്രത്തിലൊക്കെ വരുന്നത് ഇന്ത്യൻ വംശജാന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് അതിൽ അഭിമാനം കൊള്ളണേ. ഞങ്ങൾക്ക് അതിൽ പറഞ്ഞല്ലേ വംശജാന്ന് പറഞ്ഞിട്ട് വലിയ പത്രത്തിലൊക്കെ കൊടുക്കില്ല. അത് നിങ്ങൾക്കാണ് അതിൽ അഭിമാനം. ഒരു ക്രിസ്ത്യാനിക്ക് അതിൽ അഭിമാനിക്കുന്നതല്ലേ. ഞങ്ങൾക്ക് അഭിമാനിക്കുന്നത് ഞങ്ങളുടെ കർത്താവായ അത് അയാൾ ഏഷ്യക്കാരനാണ്. അദ്ദേഹം ഏഷ്യക്കാരനാണ് സഹോദര. തല്ലുകൂടാൻ വന്നിട്ട് കാര്യമില്ല, നടക്കില്ല. കന്നഡി സ്വന്തം ജീവൻ രക്ഷിക്കാൻ അറിയാൻ പോയ നാട്ടുകാർ ഓടിച്ചിട്ട് കുരിശി തറച്ചു എടുത്താൻ എങ്ങനെ ദൈവം വന്നേ? ആദ്യം അത് പറ. നാട്ടുകാർ ഓടിച്ചിട്ട് കുരിശി തറച്ചെടുത്ത് ഒരുത്തൻ എങ്ങനെ ദൈവമാവുന്നത്? യേശു ക്രിസ്തുവിന്റെ വിശ്വാസം നിങ്ങൾക്ക് ആ ആളെ പറ്റി അറിയാട്ടാ. അതായത് കർത്താവായ യേശു കുരിശിൽ കിടക്കുമ്പോഴും ശക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മാലാഖമാരോട് പറഞ്ഞാൽ 12-ലേറെ വ്യൂഹം മാലാഖമാർ അവിടെ തയ്യാറായിരുന്നു എന്നാണ് ദൈവവചനം എഴുതപ്പെട്ടുള്ളത്. പക്ഷേ ദൈവിക പദ്ധതിയും ഭാഗമായതുകൊണ്ട് കർത്താവ് അത് അങ്ങനെ ചെയ്തില്ല. കുരിശുമരണത്തിന് വിധേയമായി നമ്മുടെ പാപങ്ങൾക്ക്, പ്രത്യേകിച്ച് മാനുവിന്റെ പാപങ്ങൾക്ക്, എന്റെ പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തു, നമ്മളെ രക്ഷിച്ചു. ബിക്കോസ് ഹീസ് ലവ്സ് യു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു. അത് എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. നിങ്ങൾ പാപം മാറിയോ? അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഈ 2000 വർഷമായിട്ട് പാപം മാറിയോ? എന്നിട്ട് ഈ 2000 വർഷമായിട്ട് പാപം മാറിയോ? ആരെങ്കിലും പാപം ചെയ്യാതിരുന്നോ? നിങ്ങൾ എന്റെയൊക്കെ പാപങ്ങൾക്ക് വേണ്ടി ആൾ പരിഹാരം ചെയ്തിട്ടുണ്ട്. ആളുടെ പേരേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാവാം. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ എടുത്തു. ഞങ്ങള് എന്ത് ശിക്ഷാവിധി? കന്നഡി ഞങ്ങള് പുനർജന്മമൊക്കെ എടുത്ത് ഞങ്ങളുടെ സ്വർഗത്തിൽ ഞങ്ങൾ പുനർജന്മമൊക്കെ എടുത്ത് ഞങ്ങൾ 8-10 ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ കന്നഡി, ഒന്ന് നിർത്തവിടെ. ഞങ്ങള് പുനർജന്മമൊക്കെ എടുത്ത് ഒരു 10-14 പിന്നെ ജന്മമൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി എൻജോയ് ചെയ്ത് നടക്കുമ്പോ ഞങ്ങളുടെ അവിടെ വന്നിട്ട് ബലിച്ചോറ് താന്നും പറഞ്ഞ് ഞങ്ങളുടെ അവിടോട്ട് വന്നേക്കല്ലേ. 800 കോടി വർഷമാണ് നിങ്ങൾ കിടക്കേണ്ടത്. കർത്താവിന്റെ 2ാം വരവെന്ന് ഏതാണ്ടൊക്കെ പറയുന്നത് ഈ പെന്തിക്കോസുകാര് പറയുന്ന പോലെ.
അതുകൊണ്ട് അത്രയും ഇത് വരുത്തരുത്. പിന്നെ ഒരു മനോ, കാര്യം പറയാം. എന്തിനാണ് ഈ സ്വർഗത്തെ ചൊല്ലി തർക്കിക്കുന്നത്? കഴിഞ്ഞോ അതായത് ജനനി ഒരു ജന്മഭൂമിശ്ച കുഴപ്പമൊന്നുമില്ല. സ്വർഗാദപി ഗരീയസി. വേണമെങ്കിൽ പോരെ, ജനനിയും ഞാൻ പറഞ്ഞത് മാത്രം. ജന്മം തന്ന താല്പര്യം മാതാവ്. തരാൻ അതാണ് ഇന്ത്യയിലില്ല, സ്വർഗത്തേക്കാൾ വേണമെങ്കിൽ പോരെ. പ്രധാനം. സ്വർഗം തന്ന പോലും വേണ്ട എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാ ഈ ഇല്ലാത്ത സ്വർഗത്തെ കുറിച്ചും വല്ലാതെ ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉള്ള ഭൂമിയിൽ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയില്ലേ? അല്ലാതെ ഇപ്പോ ഈ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഇന്ന് ഈ ജന്മത്തിൽ ലഭിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ വേണ്ട വെച്ചിട്ട് ആരും കാണാത്ത സ്വർഗത്തിൽ പോയിട്ട് സുഖിച്ച് ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? ശരി, യാതൊരു കുഴപ്പമില്ല, എനിക്കിത് ഇഷ്ടം. ഈ ചേട്ടൻ കർമ്മത്തിൽ അങ്ങനെ ചെയ്യുന്നോ? ജീവിച്ചോ? ഈ കെന്നഡി, ചേട്ടൻ ഇപ്പൊ എന്നോട് ഒറ്റ പറഞ്ഞില്ലേ, ചോദ്യം. അതുപോലെ എടാ, തന്നെ ഞാൻ ചേട്ടനോടും ഇപ്പൊ പറയുന്നു. അത്രേ കർമ്മത്തിൽ ഉള്ളോ? ചെയ്തേ അതായത് ചേട്ടന് എടാ ഇപ്പൊ കെന്നഡി, ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് ഇഷ്ടം കെന്നഡി എന്നുള്ളത് പറയുന്ന നല്ലതെന്ന് കേക്കടാ, ചേട്ടൻ എന്നോട് പറഞ്ഞു. അതിന് ചേട്ടന്റെ പറയുന്ന കേക്ക്, സുവിശേഷം പറയുന്ന അങ്ങനെയല്ല, നിന്റെ നമുക്ക് വേണ്ടിയല്ല നിന്റെ